ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുറേ പേർക്ക് ഇപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചെല്ലാം ഡൗട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾട്ടേഡ് കണ്ടൻറ്റ് അല്ലെങ്കിൽ റിയൽ കണ്ടൻറ്റ്, അതുപോലെ സിന്തറ്റിക് ഓൾട്ടേഡ് കണ്ടൻറ്റ് ആണോ, ഇങ്ങനെയുള്ള ഒരു ടിക്ക് മാർക്ക് എല്ലാം ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, എങ്ങനെയാണ് നമ്മൾ ഓൾട്ടേഡ് കണ്ടന്റ് ഇതെല്ലാം തന്നെ ഡിസൈഡ് ചെയ്യുന്നത്? നിങ്ങളുടെ വീഡിയോയിൽ ഓൾട്ടേഡ് കണ്ടന്റ് ഉണ്ടോ? എങ്ങനെയാണ് ഇത് നമ്മൾ ഫൈനലൈസ് ചെയ്ത് ഇത് ടിക്ക് മാർക്ക് എല്ലാം കൊടുക്കുന്നത്? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. അതിനു മുമ്പായി എന്താണ് ഈ ഓൾട്ടേഡ് കണ്ടന്റ് എന്നത് നമുക്ക് നോക്കാം. ഏതൊരു വ്യൂവർക്കും അവർ കാണുന്ന കാര്യം ഇത് റിയലായി നടന്നതാണോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ എല്ലാം നടത്തിയിട്ടുണ്ടോ എന്നെല്ലാം അറിയാനുള്ള താല്പര്യമുണ്ട്. അതിനാൽ തന്നെയാണ് യൂട്യൂബ് ഇത്തരത്തിൽ ഓൾട്ടേഡ് കണ്ടന്റ് ആണെങ്കിൽ ഇത് ലാബൽ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾട്ടേഡ് കണ്ടന്റ് എന്ന് കൊടുക്കുമ്പോൾ വ്യൂവർക്ക് മനസ്സിലാകും ഇതിൽ കുറച്ച് ഓൾട്ടറേഷൻ എല്ലാം നടത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത് ഒറിജിനലായ ഉള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഇതിൽ കുറേ അൾട്രേഷൻ എല്ലാം നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനെല്ലാം സാധിക്കും. നമ്മൾ പലപ്പോഴും ചില വീഡിയോസ് എല്ലാം കാണുമ്പോൾ അത് റിയലായി നടന്നതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടാറെല്ലാം ഉണ്ട്. അതായത് ഇത് അത്രത്തോളം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് സാധാരണ കരുതുക ഇത് റിയലായി നടന്ന ഒരു കാര്യമാണ് എന്നാണ്. എന്നാൽ ഇത് നല്ല ടെക്നിക്കെല്ലാം യൂസ് ചെയ്ത് അവർ ഇത് എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ എല്ലാം ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത് നിങ്ങളുടെ വ്യൂവറെ അറിയിക്കണം എന്നതാണ് ഇപ്പോൾ യൂട്യൂബ് നിർദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒറിജിനൽ ആണെന്ന തരത്തിലുള്ള വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് പലവിധ കൺഫ്യൂഷൻ എല്ലാം വ്യൂവേഴ്സിലേക്ക് ഉണ്ടാക്കും. അപ്പോൾ അതിനാൽ തന്നെയാണ് ഇത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആണെങ്കിൽ ഇതിൽ ഓൾട്ടേഡ് കണ്ടന്റ് ആണ് എന്ന് നിങ്ങൾ സ്പെസിഫൈ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ വളരെയധികം സ്ട്രിക്റ്റായി യൂട്യൂബ് നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ കൂടി വരുന്നത് കാണാം. ഇപ്പോൾ ഞാൻ തന്നെ 2-3 വീഡിയോസ് എല്ലാം ഇടയ്ക്ക് അപ്ലോഡ് ചെയ്തപ്പോൾ ഈ ഒരു ഓപ്ഷൻ എനിക്ക് ലാപ്ടോപ്പിൽ നിന്നും അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം കണ്ടിരുന്നു. അപ്പോൾ ഇത് വളരെ നിർബന്ധമായ ഒരു കാര്യമായി തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാം നോക്കാം. ഇപ്പോൾ റിയലായി നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം ഇത് ചെയ്യുന്നതായി പറയുന്നത്, അതുപോലെ നിങ്ങൾ ഇത് ചെയ്യുന്നതായി ഇത്തരത്തിലെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ ഓൾട്ടേഡ് കണ്ടന്റ് എന്നതിലാണ് വരിക. അതുപോലെ നമ്മൾ ഒരു ഇൻസിഡൻ്റ് എല്ലാം നടക്കുമ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ സ്ഥലത്തിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിൽ മാറ്റം വരുത്തുക, ഇതെല്ലാം ചെയ്യുന്നതെല്ലാം തന്നെ ഓൾട്ടേഡ് കണ്ടന്റ് എന്നതിലാണ് വരുന്നത്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ശരിക്കും സംഭവിക്കാത്ത ഒരു കാര്യം ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് എന്ന തരത്തിലെല്ലാം വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതും ഓൾട്ടേഡ് കണ്ടന്റ് ആണ് വരിക. അതിനാൽ തന്നെ ഇത്തരത്തിലെല്ലാം വീഡിയോസ് എല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൾട്ടേഡ് കണ്ടന്റ് ആണ് എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരാളുടെ ഫേസ് എല്ലാം മാറ്റി ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ മറ്റൊരാളുടെ ഫേസ് എല്ലാം വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കാര്യമെന്ന് പറയുന്നത് ഓൾട്ടേഡ് കണ്ടന്റിലാണ് വരുന്നത്. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ആ വീഡിയോ ഇത് ഓൾട്ടേഡ് കണ്ടന്റ് ആണ് എന്ന് ഇത് സ്പെസിഫൈ ചെയ്തിരിക്കണം. അതുപോലെ ചില ഫൂട്ടേജിന് നമുക്ക് കുറച്ച് റീച്ച് എല്ലാം കൂടുന്നതിന് വേണ്ടി നമ്മൾ ആ ഒരു ഫൂട്ടേജിൽ ഇല്ലാത്ത ഫേസ് എല്ലാം നിങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. അതായത് ഒരു കാർ റേസ് എല്ലാം നടക്കുമ്പോൾ അതിൽ നിങ്ങൾ ഒരു സെലിബ്രിറ്റിയുടെ എല്ലാം ഫേസ് എല്ലാം നിങ്ങൾ ആഡ് ചെയ്യുന്നു. ഇത്തരത്തിൽ നിങ്ങൾ ആ ഒരു റേസിന് കുറച്ച് പഞ്ചെല്ലാം കിട്ടുന്നതിന് വേണ്ടിയെല്ലാം ആയിരിക്കും ഇതെല്ലാം നിങ്ങൾ ആഡ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ ക്രിയേറ്റീവായി ചെയ്യുന്ന അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്ത് ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് ഓൾട്ടേഡ് കണ്ടന്റ് ആണെന്ന് സ്പെസിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ യാഥാർത്ഥ്യമല്ലാത്ത നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കണ്ടന്റിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം ഇത് നിങ്ങൾ ഓൾട്ടേഡ് കണ്ടന്റ് ആണ് എന്ന് കൊടുത്തു വേണം വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ചാനലിനെ എല്ലാം തന്നെ ബാധിക്കും. അപ്പോൾ ഇത് വളരെ കറക്റ്റായി നിങ്ങൾ മനസ്സിലാക്കുകയും അതുപോലെ ശരിയായ രീതിയിൽ ഇത് ടിക്ക് ചെയ്ത് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്